ഹലോ കൂട്ടുകാരെ, റഷ്യൻ സാലഡ് എന്ന് കേട്ടിട്ടുണ്ടോ? റഷ്യൻ സാലഡ് വളരെ ടേസ്റ്റിയാണ്. നമ്മൾ കടയിൽ നിന്നും റെസ്റ്റോറൻറ്റിൽ നിന്നും മാത്രം കഴിച്ചിരിക്കുന്ന റഷ്യൻ സാലഡ് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ റഷ്യൻ സാലഡ് തയ്യാറാക്കാനായിട്ട് പച്ചക്കറികൾ നമുക്കെടുക്കാം. അതിന് ആദ്യമേ തന്നെ ക്യാരറ്റാണ് നല്ലതുപോലെ കഴുകിയതിന് ശേഷം ഇതുപോലെ ചെറിയ ക്യൂബ്സായിട്ട് എടുക്കുക. അതിനുശേഷം വേണ്ടതിലേക്ക് ബീൻസാണ്. ബീൻസും അതുപോലെ തന്നെ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി നമുക്ക് അരിഞ്ഞെടുക്കാം. പിന്നെ വേണ്ടത് ഇതിലേക്ക് ഉരുളൻകിഴങ്ങാണ്. ഉരുളൻകിഴങ്ങ് ഒരു 2-3 ചെറിയ ഉരുളൻകിഴങ്ങാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതും കൂടി എടുത്തതിന് ശേഷം ഇതുപോലെ തന്നെ ചെറിയ ക്യൂബ്സ് ആക്കിയതിന് ശേഷം നമുക്കതും മാറ്റി വയ്ക്കാം. പിന്നെ വേണ്ടത് ഇതിലേക്ക് പൈനാപ്പിളാണ്. പൈനാപ്പിൾ ഒരു ചെറിയൊരു കഷ്ണമാണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെയൊക്കെ കറക്റ്റ് അളവ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം കേട്ടോ, ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ പൈനാപ്പിളിൻ്റെ നടുക്കുള്ള സാധനം മാറ്റിയതിന് ശേഷം ബാക്കി നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. കുറച്ച് ചൂടുവെള്ളം ചൂടാക്കാൻ വേണ്ടി വെക്കുക. അതിനുശേഷം നമ്മുടെ ക്യാരറ്റ് ഇട്ടതിന് ശേഷം ആദ്യമേ ഒരു പ്രാവശ്യം ചൂടുവെള്ളം വെച്ചാൽ മതി. ക്യാരറ്റ് ഇട്ട് അതൊന്ന് ഒരു 5 മിനിറ്റ് അതിനകത്തിട്ട് ഒരു പകുതി വേവാകുന്ന വരെ എടുത്തതിന് ശേഷം അത് കോരിയെടുക്കാം. അതേ വെള്ളത്തിൽ തന്നെ നമ്മുടെ ബീൻസും അതുപോലെ തന്നെ ഇട്ട് എല്ലാം ഒന്ന് വാടി കിട്ടിയാൽ മതി, വെന്ത് പോകരുത്. ഒന്ന് വാടി കിട്ടിയതിന് ശേഷം അതെല്ലാം എടുക്കാം. അതുപോലെ തന്നെ കിഴങ്ങും പകുതി വെന്ത് വന്നാൽ മതി കേട്ടോ. അപ്പോൾ അതും കൂടി നമ്മളെല്ലാം കൂടി എടുത്തിട്ടുണ്ട്. പൈനാപ്പിൾ അങ്ങനെയൊന്നും എടുക്കണ്ട, പൈനാപ്പിൾ സാധാരണ അരിഞ്ഞു വെച്ച് തന്നെ എടുത്താൽ മതി. ഇതെല്ലാം കൂടി ഒരു ബൗളിലോട്ട് ആക്കിയതിന് ശേഷം കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ഉപ്പും പിന്നെ വേണ്ടത് 1/2 കപ്പ് മയോണീസാണ് വേണ്ടത് കേട്ടോ. നമ്മുടെ ഇതെല്ലാം 1 കപ്പ് വീതമാണ് എടുത്തിരിക്കുന്നത്. ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് 1/2 കപ്പ് നമ്മുടെ മയോണീസും കൂടി ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങളുടെ കയ്യിൽ പാഴ്സലിയുടെ ഇല ഉണ്ടെങ്കിൽ അത് ചേർത്താലും വളരെ ടേസ്റ്റ് ആയിരിക്കും. കൊറിയൻഡർ ലീവ്സ് നമ്മുടെ മല്ലിയില ചേർക്കുന്നതിനകത്ത് അത്ര ടേസ്റ്റ് ഉണ്ടാകത്തില്ല. പാഴ്സലിയുടെ ഇല മാത്രമേ ഇല്ലയെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ലെറ്റ്യൂസിൻ്റെ ഇല ചേർത്താൽ വളരെ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ, നമ്മുടെ റഷ്യൻ സാലഡ് റെഡി ആയിട്ടുണ്ട്. ഡയറ്റ് എടുക്കുന്നവർക്കൊക്കെ ഇത് നല്ലതാണ്, പക്ഷേ മയോണീസ് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ഡയറ്റ് മയോണീസ് ഉപയോഗിക്കാൻ നോക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ, വളരെ ടേസ്റ്റി ആയിട്ടുള്ള റഷ്യൻ സാലഡ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതിന് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു, ബൈ.